ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേ തീരുമോ. സുഭാഷിതം. ദൈവജനത്തിന് വന്നു ഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കണ്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടർ എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതായി അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. യെഹെസ്കേൽ പ്രവചനം 27-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹൂദയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു. അവർ മിന്നീത്തിലെ കോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും നിന്റെ ചരക്കിന് പകരം തന്നു. ജൂഡ ആൻഡ് ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ വേർ യുവർ ട്രേഡേഴ്സ്. They traded for your merchandise wheat of minnith, millet, honey, oil and balm. 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യഹോവ അരുളി ചെയ്തത്: മനുഷ്യപുത്ര, നീ സോരിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി സോരിനോട് പറയേണ്ടത് എന്ന് തുടങ്ങി സോരിന്റെ മഹാത്മ്യവും വീണ്ടും പണിയാൻ കഴിയാത്ത നിലയിലുള്ള സോരിന്റെ നാശത്തെയും കുറിച്ചാണ് 27-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹത്തായ വ്യാപാര തുറമുഖമായിരുന്ന സോര് അനേക രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു. വാണിജ്യ കേന്ദ്രമായിരുന്ന സോറിന് സമുദ്രങ്ങളുടെ അധിപനായി ചിത്രീകരിച്ചിരിക്കുന്നു. യഹൂദയും ഇസ്രയേലും ഈ ദേശവുമായി വ്യാപാര ബന്ധം നടത്തിയിരുന്നു. ഉന്നത നിലവാരം പുലർത്തിയിരുന്ന സോർ തങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ അഹങ്കരിക്കുകയും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്തു. സോർ രാജാവായിരുന്ന ഹീരാം ദാവീദിന്റെയും ശലോമോന്റെയും സ്നേഹിതനായിരുന്നു. അവരുടെ വ്യാപാര ബന്ധത്തെക്കുറിച്ച് 1 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അന്നു മുതൽ സ്നേഹബന്ധം പുലർത്തിയിരുന്ന സോർ രാജ്യം പിൽക്കാലത്ത് യഹൂദ ജനങ്ങൾക്ക് വിരോധികളായി തീർന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥയിലും ജനങ്ങളിലും അഹങ്കരിച്ച് യഹൂദ ജാതിയും യെരുശലേമും നശിക്കപ്പെടുവാൻ അവർ തുണനിന്നു. ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി പ്രവർത്തിച്ചവരുടെ മേൽ ദൈവം ന്യായവിധി അയച്ചു. സോർ പിൽക്കാലത്ത് നിശേഷം നശിക്കപ്പെട്ടു. ഈ സോർ നിവാസികളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കുവാനുള്ളത് എന്ന് ചിന്തിക്കാം. ആവശ്യകാലങ്ങളിൽ സഹകരിക്കുകയും സ്നേഹിക്കുകയും വേണ്ടത്ര കൈത്താങ്ങലുകൾ തരികയും ചെയ്യുന്നവരെ പിൽക്കാലത്ത് സ്വയം പര്യാപ്തതയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ അവരെ തൃണവൽക്കരിക്കുന്നത് ദൈവം അറിയുന്നു. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു: എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പു പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനുമല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്ത് പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടില്ലേ? ദാവീദ് അവലംബിച്ച മാർഗമാണ് പ്രിയമുള്ളവരെ ഈ സന്ദർഭങ്ങളിൽ ഏറ്റവും ഉത്തമം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. സോറിന്റെ വ്യാപാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് കിട്ടിയ സമ്പദ് സമൃദ്ധിയിലും വ്യാപാര ബന്ധത്തിലും അഹങ്കരിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല നന്മകളും ദൈവത്തിന്റെ ദാനം ഒന്നു മാത്രമാകുന്നു. ദാനങ്ങളിൽ ആശ്രയിക്കാതെ ദാതാവായ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന് ഹിതമാവണ്ണം ജീവിക്കുകയും വേണം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതുമല്ല. തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന്
വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെഴുതിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമായി ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി കാൽവറിക്കും എൻ മനസ്സിൽ കാണുന്നു ഞാൻ ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു